ചെയ്യിച്ചതാ. അത്രയും പൊടി ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ വാരി ഇടാൻ അപ്പൊന്നും പോലെ അത്രക്കും വരൂലേ? അത്രയ്ക്കും ദുരിതം കഴിച്ചു. അടുക്കളയിലൊന്നും നിന്നൂടാൻ ഒരു ആസ്പത്രിയിലും അവിടെ എവിടെയൊക്കെ കാണും. നിങ്ങൾക്കുള്ള വഴി ഇതിലാണ്? വഴി ഇതിലാന്നുള്ള അറിയില്ല, ഒന്നും അറിയില്ല. ആദ്യം ഇതിലെ വഴി ഇല്ലേനോ? ആ മല കയറി ഇറങ്ങിയിട്ടില്ലേ? അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. നമ്മൾ ആറുവരിപ്പാത വന്നതിൽ ബുദ്ധിമുട്ടുന്ന ആളുകൾ കുറേ ആളുകളുണ്ട്. പല പല സൈസിൽ ബുദ്ധിമുട്ടുന്ന ആളുകൾ സ്നേഹിതന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ NH66 വർക്ക് വടകര റീച്ചിൽ നമ്മുടെ കൊയിലാണ്ടി ബൈപ്പാസിൽ ഒരു ഊരാക്കുടുക്കായി നിൽക്കുന്ന നമ്മുടെ കുഞ്ഞോറ മലയുടെ വർക്കിൻ്റെ വിശേഷങ്ങളാട്ടോ ഇന്നത്തെ വീഡിയോയിൽ. ഈ കുഞ്ഞോറ മല ഭാഗത്ത് ഈ കൊയിലാണ്ടി ബൈപ്പാസ് ഒന്ന് ഉദ്ഘാടനം കഴിക്കണമെങ്കിൽ ഈ ഭാഗത്തെ വർക്കൊന്ന് കഴിയണം. ബാക്കിയുള്ള ഏകദേശം വർക്ക് ഒരു 90-95% ഫിനിഷിങ് ആട്ടോ കൊയിലാണ്ടി ബൈപ്പാസ്. ഈ ഒരു വർക്കാണ് ഇവിടെ കാര്യമായിട്ടുള്ളത്. ഇതങ്ങോട്ട് കഴിഞ്ഞാൽ സംഭവം ഉഷാറായി. ഇപ്പോൾ സ്നേഹിതന്മാരെ, വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് അടിച്ചാളി, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്താളിട്ടാ. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഒരു മല തുറന്നിട്ടാണ് ഇവിടെ ആറുവരിപ്പാത ഇതിൻ്റെ ഉള്ളിൽ കൂടി അങ്ങോട്ട് പോകുന്നത്. ഏകദേശം 60 അടിയോളം ഹൈറ്റുള്ള ഒരു ഏരിയ ആണിത്. ഇതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവർ ആദ്യം വർക്ക് അവിടെ ചെയ്ത് വെച്ചത് ഷോർട്ട് ക്രീറ്റിൻ്റെ വർക്ക്. അവിടെ കമ്പിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ആ കമ്പിയൊക്കെ നഷ്ടമായി അവർക്ക്. അതിന് ശേഷം ഇവർ സൈഡ് വാൾ നിർമ്മിക്കാൻ തീരുമാനിച്ചു. ഇവിടുത്തെ ആളുകളൊക്കെ പ്രതിഷേധിച്ചു. അതിന് ശേഷം ഇവർ നല്ല കോൺക്രീറ്റ് വാൾ നല്ല വീതിയിലാട്ടോ. അടിയിൽ 15 അടിയോളം അടിയിലാണ് സ്റ്റാർട്ടിങ് PCC അവർ തുടക്കം സ്റ്റാർട്ടിങ് ചെയ്തത്. അതും നല്ല കമ്പിയൊക്കെ ഇട്ടിട്ടുള്ള അടിപൊളി കോൺക്രീറ്റ്. അതിന് ശേഷം വീതി കുറഞ്ഞതാ. ഇപ്പോൾ ഏകദേശം അത് ഒരു 20 അടിയോളം ഹൈറ്റ് ആയപ്പോഴത്തേക്ക് അവർ 4 അടി വീതിയിലുള്ള വാളായി മാറിയിട്ടുണ്ട്. ഇനി മുകളിലേക്ക് കുറയും. അതിൻ്റെ ഉൾഭാഗം അവർ ഒരു 8 അടിയോളം വിട്ടിട്ടാണ്, 8-10 അടിയോളം വിട്ടിട്ടാട്ടോ വാൾ വരുന്നത്. സർവീസ് റോഡ് പണ്ട് ഇതിലൂടെ ആയിരുന്നോ എന്ന് തോന്നുന്നില്ല അടിയിൽ കൂടി. ഇനി ഈ ഭാഗത്ത് സർവീസ് റോഡ് ഉള്ളിൽ കൂടി ഉണ്ടാകുമോ? അതിനുള്ള ഗ്യാപ്പ് ഉണ്ടോ? അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കോൺക്രീറ്റ് ചെയ്യുന്നതനുസരിച്ച് അവിടെ മണ്ണ് റോളർ വെച്ച് നല്ല ടൈറ്റാക്കിക്കൊണ്ട് അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഹൈറ്റിലേക്ക് എത്തിയപ്പോൾ തന്നെ ഉയരമൊക്കെ ഇട്ട് സെറ്റാക്കിയിരുന്നു. ഇത്ര ഹൈറ്റ് ഇങ്ങനെ പൊങ്ങാണ്ട്, ഒരുപാട് പൊങ്ങാണ്ട്. ഏകദേശം ഒരു പൊങ്ങി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് ഒരു ഷോർട്ട് ക്രീറ്റിൻ്റെ വർക്ക് ആക്കുമോ? ഏതായാലും നല്ലൊരു വർക്ക് തന്നെയാണ് ഈ ഭാഗത്ത് നടക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് വേണം കൊയിലാണ്ടി ബൈപ്പാസ് ഒന്ന് ഉദ്ഘാടനം ചെയ്യാൻ. എന്നാൽ ഈ ഭാഗങ്ങൾ ഒന്നും തുടങ്ങിയിട്ടില്ല. ഇവിടെ ഈ മലൻ്റെ ഈ ഭാഗത്തുണ്ടല്ലോ, അടിയിൽ ഒന്നും നിൽക്കരുത് കേട്ടോ. ഒരു 10 അടിയോളം കൂടെ ഇങ്ങനെ താങ്ങി നിൽക്കുന്ന പോലെ ഉണ്ട്. അതൊക്കെ ഏത് നിമിഷം ഇടിയാൻ സാധ്യത ഉണ്ട്. ഞാൻ കാര്യമായിട്ട് ഇങ്ങോട്ട് വന്നതേ നല്ല 3-4 നല്ലൊരു മഴ പെയ്തിരുന്നല്ലോ. അതിന് ശേഷം ഇവിടെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള അറിയാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഇപ്പം വർക്കേഴ്സ് അവിടെ ഉണ്ട്. അവരുടെ അടുത്തേക്ക് പോയി നോക്കാം നമുക്ക്. കൊയിലാണ്ടി ബൈപ്പാസിലൂടെ ഇനി ആളുകളെ എല്ലാം കൂടെ പോരണ്ട കേട്ടോ. കാറൊന്നായിട്ട് ഏകദേശം നമ്മുടെ ബാലുശ്ശേരി ആ റൂട്ട് ആ ഒരു ഓവർപാസ് കഴിഞ്ഞ് കുറച്ചപ്പുറം എത്തിയതിന് ശേഷം അവർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് റോഡ്. അറിയാതെ ഇനി ഇങ്ങോട്ട് പോന്നിട്ട് കാലിൽ ഇവിടെ ഫുള്ള് ചെളിയാട്ടോ, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഭാഗം. അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ ഇവിടെ നാട്ടിലുള്ള ആളുകളുടെ വാഹനങ്ങൾ ഇതിലേക്ക് പോകുന്നത്. ബാക്കിയൊന്നും വാഹനങ്ങൾ ഇതിൽ പോകുന്നില്ല കേട്ടോ. ഇവിടെ വർക്ക് എന്തായി നോക്കാം നമുക്ക്. നിങ്ങളിപ്പോൾ എന്താ ഇപ്പോൾ വർക്ക് ഈ വർക്കിലുള്ളതാ? ഇതിൽ ജോലി ചെയ്യുന്ന ആളാ? നിങ്ങളെ വീട് എവിടെ? ആ കാണുന്ന പച്ച. ആ പച്ച നിങ്ങൾ പൊടി വാർന്നതിന് വെച്ചായിരിക്കില്ലേ? ചെയ്യിച്ചതാ. പൊടി ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ വാരി ഇടാൻ അപ്പൊന്നും പോലെ അത്രക്കും വരൂലേ? ദുരിതം കഴിച്ചു. അടുക്കളയിലൊന്നും നിന്നൂടാൻ ഒരു ആസ്പത്രിയിലും അവിടെ എവിടെയൊക്കെ കാണും. നിങ്ങൾക്കുള്ള വഴി ഇതിലാണ്? വഴി ഇതിലാന്നുള്ള അറിയില്ല, ഒന്നും അറിയില്ല. ആദ്യം ഇതിലെ വഴി ഇല്ലേനോ? ആ മല കയറി ഇറങ്ങിയിട്ടില്ലേ? ഇപ്പൊ ഇവിടെ മൊത്തം ചെളി ഒക്കെ കൂടി ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയല്ലേ.
എല്ലാവരും ഗഗാനും മൊറാൻ ധാരണാൻ വന്നിട്ട് വണ്ടിയൊക്കെ പറ്റിയാൽ അങ്ങാ കൊണ്ടെത്തുക. വെള്ളത്തിനൊക്കെ ഭയങ്കര ക്ഷാമം. വെള്ളത്തിന് ക്ഷാമം ഉണ്ടല്ലോ അവിടെ? വെള്ളത്തിന് കിണറുണ്ട്, ഇപ്പം വെള്ളം കിണറിൽ വന്നിക്കല്ലോ. വണ്ടിയും വെള്ളം മുനിസിപ്പാലിറ്റിന്ന് 2 വണ്ടിയും 2 മാസം കിട്ടുന്നത്. കോയൽ കിണർ അടിച്ച വെള്ളം കിട്ടൂല? കോൽ കിണറൊക്കെ കുഴിക്കാൻ പൈസ ആണോ? പൈസ ജീവിതം തന്നെ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതിന്റെ ഇടയിൽ ഇങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങൾ വന്നാൽ ആകെ സുഖേടും കാര്യം. മണ്ണ് പാറിയിട്ട് എന്നും സുഖേടും അലർജി ആയിട്ടുള്ള അപ്പോൾ ഒരു ഈ കമ്പനി എന്തെങ്കിലുമൊക്കെ ചെയ്തു തരണം. എന്നാൽ പിന്നെ ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ ഉപകാരം. അതുപോലെ ചെയ്ത് തരുന്നുമില്ല. എത്രയോ ഷാഫി വന്നിട്ടൊക്കെ എത്രയോ പറഞ്ഞു നിങ്ങൾ വീട് മാർക്കാം. ഞങ്ങൾ വാടകയൊക്കെ വീട്ടിലൊക്കെ നിന്നതാ, എന്നിട്ടൊന്നും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. ഷാഫി പറമ്പിലൊക്കെ വന്നു ഇവിടെ വന്നില്ലേ? എന്നിട്ടൊരു ഉപകാരം ഉണ്ടായില്ല. ഇനിയിപ്പോൾ ഇവിടെ മൊത്തം ചളി കാര്യങ്ങളല്ല. ഇനിയിപ്പോൾ യാത്ര അതിനെക്കാട്ടി മഴക്കാലമായപ്പോൾ സ്ഥലത്തവിടെയാണ് വണ്ട് കെട്ടിയെങ്കിൽ ഞങ്ങളെ സ്ഥലം ഇപ്പം ഇങ്ങോട്ട് വരെ ഉണ്ട്. അമ്മമാരൊക്കെ ഉള്ള ഞങ്ങളെ സ്ഥലം അപ്പുറത്തേക്ക്. അവിടെയുള്ള സ്ഥലമൊക്കെ ഞങ്ങൾ മണ്ണ് വെറുതെ കൊടുത്തതാ. മണ്ണ് അപ്പം അങ്ങോട്ട് നിങ്ങൾക്ക് കാണാനുണ്ട്, വീഡിയോ എടുക്കാൻ ഇങ്ങോട്ട് കാണാനുള്ള സ്ഥലമുണ്ട്. അപ്പം നിങ്ങൾ ആ മല അവിടേക്കുള്ള സ്ഥലം ഉണ്ട് അല്ലേ? നല്ല അങ്ങോട്ട് മണ്ണെടുത്താൽ വരും. ഇപ്പം ഈ അടുത്ത ദിവസം മണ്ണെടുത്ത സ്ഥലം കാണാനുണ്ട്. ഓ ആയിക്കോട്ടെ, അങ്ങോട്ട് വരാം. അപ്പോൾ ഇവിടെയുള്ള വർക്ക് ഇങ്ങനെയാണ്. അപ്പോൾ ആ ചേച്ചി ഇവിടെ കാണാൻ വേണ്ടി വന്നതാന്ന് തോന്നുന്നു. ഏതായാലും ഇതാ സൈഡ് വാളിൻ്റെ വർക്കുണ്ടല്ലോ, ഇത്രയും വീതിയിൽ അവർ അടിയിൽ ചെയ്ത് വെച്ചിട്ട് ഈ ഒരു വീതിയിൽ ചെയ്ത് അതിൻ്റെ മുകളിലേക്ക് പിന്നെ 4 അടി 5 അടിയോളം വീതിയിൽ വീണ്ടും ചെയ്തു തരാം കേട്ടോ. എത്ര നല്ല നല്ല നീട്ടത്തിലാണ്. ഇതെന്താ വെള്ളം വന്ന് ഒലിച്ചു പോയതാ? നല്ല മഴ അല്ലേ? അതായത് ഇവിടെയൊക്കെ ഇത്ര വർക്കായിട്ടുണ്ട്. ഇനി അതുപോലെ ആ ഭാഗത്തും വർക്ക് ഇങ്ങനെ നടക്കണം. അതിൻ്റെ ഇടയിൽ അപ്പുറം ഇപ്പുറമുള്ള വീടുകൾ ഇങ്ങനെ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. നമ്മൾ ആറുവരിപ്പാത വന്നതിൽ ബുദ്ധിമുട്ടുന്ന ആളുകൾ കുറേ ആളുകളുണ്ട്. പല സൈസിൽ ബുദ്ധിമുട്ടുന്ന ആളുകൾ ഈ വന്നില്ല. അതെ അതെ, ഇത് പുതിയതായിട്ട് വന്ന റോഡായതുകൊണ്ട് ഇങ്ങനെ ബൈപ്പാസ് കൊയിലാണ്ടി എത്തി. ഞാൻ അവിടെ നിന്ന് വരികയാണ്. അപ്പോൾ ഈ ഒന്ന് മുറിച്ച് കിടക്കാൻ തന്നെ നടക്കാൻ ഇതിലും ബുദ്ധിമുട്ടുള്ള ആളുകൾ വേറെ ഉണ്ട് കേട്ടോ. ഒരുപാട് ഈ നടന്നിട്ട് പിന്നെ ഒന്നും വണ്ടി ഉണ്ടോ? ബൈക്ക് ഉണ്ടാവില്ലേ? നടന്നു വരുന്നല്ല. അപ്പം ഇനിയിപ്പോൾ ഈ ഇതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലെ ചുറ്റി വരേണ്ടി വരും എന്നറിയാം. ഇവിടെ നിന്ന് അങ്ങോട്ട് മുറിച്ച് കിടക്കാൻ പറ്റൂലല്ലോ. നിങ്ങളെ ബാക്കിലുള്ള സ്ഥലമല്ലേ? മണ്ണ് ഇവർക്ക് കൊടുത്തതാ? എന്തായാലും നിങ്ങൾ സ്ഥലം നന്നായി കിട്ടുമല്ലോ അല്ലേ? അതൊരു അത് ഇത് ശരിക്കും മൊത്തം മണ്ണ് അവിടെ എടുത്ത് ഒഴിവാക്കിയാലൊരു ഉപകാരമല്ലേ കുറേ ആളുകൾക്ക്? ഇതിപ്പോൾ ഈ വർക്കിനൊക്കെ എന്തോ ഒരു ചിലവാറിയോ? അതിൽ നല്ല മണ്ണ് അവർക്ക് ഉപകാരം ഉണ്ടാവും. അതെടുത്തുണ്ടെങ്കിൽ പിന്നെ വിട്ടുകൊടുത്ത് കമ്പിയൊക്കെ തറച്ചിട്ട് ഇവര് കുറെ സമരം ചെയ്തതിന് ശേഷം മാറ്റിയതാന്ന് തോന്നുന്നു. ഇത് പൈസ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ഇതിന്റെ പണിയൊക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ റോഡ് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. സർവീസ് അപ്പോൾ സർവീസ് റോഡ് ഉണ്ടാവും. എന്താ അവിടെ നിന്ന് ഇങ്ങോട്ട് അവിടെ വെച്ചിട്ട് സർവീസ് റോഡ് അവസാനിക്കും. പിന്നെ ഇതിൻ്റെ മുകളിൽ കയറിയിട്ടേ ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ. അവിടെ സർവീസ് റോഡ് അവിടെ അവസാനിച്ചു. പിന്നെ ഈ സൈഡിൽ കൂടി ഇനി സർവീസ് റോഡില്ല. അത് അവിടെ കാണുന്നിടത്ത് ഈ ഇതിലേക്ക് കയറാനുള്ള ഒരു ഇതാണത്. അവിടെ സർവീസ് റോഡ് വന്നാൽ ഒരു ഉപകാരമായി അല്ലേ? ഞാൻ പോകുന്നുണ്ട്. എന്നാൽ ആയിക്കോട്ടെട്ടാ, ഓക്കെ. മോളൂസ് അടിച്ചാൽ MOLUS അടിച്ചാൽ മോളൂസ് അടിച്ചാൽ മോളിൽ തന്നെ ഉണ്ടാവും. അത് നിൽക്കാതെ പിന്നെ ഇല്ലാതെ ഒക്കെ ഉണ്ടാവും. ഇത് 2 ദിവസം കഴിഞ്ഞിട്ട്
ആ എൻ്റെ വണ്ടി അവിടെ ഞാൻ അടുത്ത് പോകുമ്പോൾ അതിലങ്ങനെ എടുത്തു. പോട്ടെ. ചേച്ചി ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് കേട്ടോ. അതുപോലെ എത്ര ആൾക്കാരാ ഒരിപ്പാതൻ്റെ കാര്യം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ. ആ വീട് അവിടെ തൊട്ടടുത്ത സൈഡ് പൊടിയും പിന്നെ ഈ റോഡിന് വേണ്ടി സ്ഥലം വിട്ടുകൊടുത്തതിൻ്റെ തൊട്ടപ്പുറത്തുള്ള സ്ഥലങ്ങളിലുള്ള ആളുകളൊക്കെ പല തോതിൽ ബുദ്ധിമുട്ടുന്നുണ്ട്. ഈ റോഡിന് വേണ്ടി സ്ഥലം വാങ്ങിയൊരു സ്ഥലം കൊടുത്തവർക്ക് ആ പൈസ കിട്ടിയ തന്നെ ലാഭം. ബാക്കി തൊട്ട ഓരത്ത് താമസിക്കുന്നവർ പല സൈസിലെ പഴയ ജീവിത ശൈലി മൊത്തം മാറുകയാണ്. അപ്പോൾ സ്നേഹിതന്മാരെ, ഇതൊക്കെയാണ് നമ്മുടെ കുഞ്ഞോറമല ഭാഗത്തെ വിശേഷങ്ങൾ കേട്ടോ. കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ വീഡിയോ ഞാൻ ഒരുപാട് റോഡ് ഇങ്ങനെ കാണിച്ചതാണ്. ഈ കുഞ്ഞോറമല വർക്ക് നടക്കുന്ന കാഴ്ചകൾ കാണിക്കാൻ വേണ്ടി കാര്യമായിട്ട് വന്നത്. ഞാൻ പറഞ്ഞില്ലേ, മഴ പെയ്തപ്പം പുക കൂടി ഇടിഞ്ഞു പൊളി ക്രാക്കുണ്ട്. ഞാൻ ഇപ്പുറത്തെ സൈഡിൽ കൂടി നടക്കട്ടെ, അതായിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് ഇടിഞ്ഞാലല്ലോ പിന്നെ ഒന്നും ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞ മാതിരി ഈ കുന്ന് മൊത്തം അങ്ങോട്ട് ഇടിച്ചിട്ട് ലെവലാക്കുന്നല്ല. അവിടുത്തെ അതിൻ്റെ ബാക്കോട്ട് എത്രത്തോളം സ്ഥലം ഉണ്ട് എന്നുള്ള അറിയില്ല കേട്ടോ. ഞാൻ പറഞ്ഞത് നോക്കണ്ട നിങ്ങൾ. ഞാൻ ഇവിടുന്ന് കാണുമ്പോൾ ഇത്രയും ഭാഗം കുറഞ്ഞൊരു ഏരിയ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ച് പറഞ്ഞാണ്. ഇവിടെയുള്ള നാട്ട് ബാക്കോട്ട് കുറേ ദൂരത്തിലാണെന്നുണ്ടെങ്കിൽ അതൊന്നും പിന്നെ നടക്കുന്ന കാര്യമില്ല. കുറച്ച് ഭാഗമാണെന്നുണ്ടെങ്കിൽ മൊത്തം എടുത്ത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അവർക്കും നല്ല നിരന്ന സ്ഥലം കിട്ടി. അപ്പോൾ സ്നേഹിതന്മാരെ, ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതെല്ലാം കൂടി ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടെ. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ ബൈ.